ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു മിഷൻ എടുക്കാൻ പോയാലോ? ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത്. എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പോകുന്നത് ഇതെൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ കൊച്ചു കയ്യിലിരിപ്പുണ്ട്, അതിൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്. ബാക്കിൽ എൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ഉണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡ് അവിടെയാണ് കേട്ടോ വരുന്നത്. അവനാണെങ്കിൽ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ. അവൻ വണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അവൻ ഉറങ്ങിപ്പോകും. അവൻ ആകെ ടയേർഡാവും കേട്ടോ. അപ്പോൾ ഇവൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട് കളമശ്ശേരിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴി അവളെയും കൂടെ അവിടെ ഇറക്കാമല്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ അവളെയും കൂടെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവൻ ശരിക്കും ടയേർഡായി പോയി. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് MG റോഡുള്ള ജോസ് ജംഗ്ഷനിലെ ഉഷയുടെ ഷോറൂമിലാണ് നമ്മൾ പോകുന്നത്. അവിടെ പോകാനും കാരണമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലൊരു മിഷൻ ഉണ്ടായിരുന്നു. ആ മിഷീൻ്റെ പല പല വേർഷനുണ്ട്. അതായത് മാർവെല്ല, അഡ്യൂറ, ലുലെക്സ്, പിന്നെ അതിൻ്റെ തന്നെ പല പല റേറ്റിലുള്ളത്. അതായത് 10,000 സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പല പല മിഷൻസും ഈ ഒരു വേർഷനിൽ വരുന്നുണ്ട്. ഉഷ ജനോമിൽ തന്നെ വരുന്നുണ്ട്. അതും ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് അതല്ലായിരുന്നു വേണ്ടത്. എനിക്ക് വേണ്ടത് വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് എനിക്ക് വേണ്ടത്. അത് ഇച്ചിരി റേറ്റ് ഉള്ള ടൈപ്പാണ്. അതുമല്ല, എൻ്റെ മനസ്സിൽ ആ ഒരു മിഷൻ പതിച്ചതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മിഷൻ എല്ലാ ഷോറൂമിലും തിരക്കിയിട്ടും അവിടെ ഒന്നുമില്ല. നമ്മുടെ വീട് വരുന്നത് ചേർത്തലയിലാണ്. ചേർത്തലയിലുള്ള സ്ഥലത്തൊക്കെ തിരക്കി അവിടെ ഇല്ല. പുല്ലേപ്പടിയിലുള്ള KC പാപ്പൂര് തിരക്കി അവിടെ ഇല്ല. ലാസ്റ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ മാത്രമേ അതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നോക്കിയ മിഷൻ. ഈ മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് ഫങ്ഷൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ സെയിൽസ്മാൻ നമ്മളെ കാണിച്ചു തരികയാണ്. ഇതിലൊരു 35+ സ്റ്റിച്ചസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കാലപ്പ്, അതാണ് മെയിൻ കാരണം. സ്കാലപ്പ് നമുക്ക് പല്ലും ഫൂട്ടും അഴിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മിഷൻ ഉപയോഗിച്ച്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ബട്ടൺ ഹോൾ നമുക്ക് ഒറ്റ പ്രഷർ ഫുട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. മറ്റേതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം അതിൻ്റെ ഫങ്ഷൻസ് മാറ്റിക്കൊടുത്താണ് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല, ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് വരും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് ഈ ഒരു മിഷൻ കിടക്കും. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ വേറെ മിഷൻ പോയി എടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലം തിരക്കി പിടിച്ചാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നൂല് കോർക്കണത്, അതും പ്രത്യേകതയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നൂല് കോർക്കാൻ പറ്റും. അപ്പോൾ കണ്ണിന് ചെറിയ പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ മിഷനൊക്കെ എടുത്ത് അവസാനം നമ്മൾ അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കി. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു രാത്രിയായി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ ദിവസം. ബാക്കിയുള്ള ഡീറ്റെയിൽസും മിഷൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ, സീ യു.